ഇന്ന് ഒരു ഇന്റർവ്യൂ എടുക്കാൻ പോവാണ്. ധ്യാന്റെ സിനിമയുടെ ഇന്റർവ്യൂ ആണ്. ഡിറ്റക്റ്റീവ് ഉജ്വലന്റെ സക്സസ് സെലിബ്രേഷന്റെ ഭാഗമായിട്ടുള്ള ഇന്റർവ്യൂ. ആ വെറുതെ വെറുതെ ഹലോ എവ്രി വൺ, വെൽക്കം ടു അനദർ ബ്യൂട്ടിഫുൾ വ്ളോഗ്. ആക്ച്വലി ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫ് അല്ല. ഇന്ന് ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇൻ്റർവ്യൂ എടുക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ധ്യാൻ്റെ സിനിമയുടെ ഇൻ്റർവ്യൂ ആണ്. ഡിറ്റക്റ്റീവ് ഉജ്വലൻ്റെ സക്സസ് സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടുള്ള ഇൻ്റർവ്യൂ. അപ്പോൾ ഇതിന് മുൻപെടുത്ത ഇൻ്റർവ്യൂ എനിക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു. അന്നാണ് ആദ്യമായിട്ട് ഞാൻ പ്രഗ്നൻ്റ് ആണെന്നൊക്കെയുള്ള കഥയൊക്കെ നമ്മൾ നാട്ടുകാരോട് വിളിച്ചു പറഞ്ഞത്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഈ ഇൻ്റർവ്യൂ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപ് എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ സന്തോഷം നിങ്ങളോടൊക്കെ പറയാനുണ്ട്. ആ പേഴ്സണൽ സന്തോഷം സത്യം അപ്പോൾ അങ്ങനെ ഒരു ദിവസം എങ്ങനെയാണ് ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നത്, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ എങ്ങനെയൊക്കെയാണ് നടക്കുന്നത്, നമ്മൾ എത്ര മണിക്ക് അവിടെ ചെല്ലും, എത്ര നേരം വെയിറ്റ് ചെയ്തിരിക്കും, എങ്ങനെയാണ് ഗസ്റ്റുകൾ വരുന്നത്, ഇതൊക്കെ ചിലപ്പോൾ ചിലർക്കെങ്കിലുമൊക്കെ അറിയാനൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ലേ. അപ്പോൾ അതൊന്നും നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ ഒരുപാട് പേര് എന്നോട് നേരത്തെ ചോദിച്ചായിരുന്നു, അതായത് ഈ നിങ്ങളെ ഇൻ്റർവ്യൂവിൽ കാണുന്ന ധ്യാൻ ശ്രീനിവാസനില്ലേ, അങ്ങനെ തന്നെയാണോ പുള്ളി ആക്ച്വൽ ലൈഫിലും, അല്ലെ ഈ ക്യാമറ മാറ്റി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഇൻ്റർവ്യൂ എന്ന് പറയുന്ന പാറ്റേൺ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണോ അദ്ദേഹത്തിൻ്റെ ഒരു പെരുമാറ്റം എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു ബിഹൈൻഡ് ദ സീൻസ് ഒക്കെ കാണിച്ചു തരാം എന്ന് വിചാരിച്ചാണ് ഇന്നത്തെ ദിവസം തുടങ്ങുന്നത്. ഇതെങ്ങനെയൊക്കെ പോകുന്നൊന്നും എനിക്കറിയില്ല. പിന്നെ വേറൊരു സത്യം പറയട്ടെ, ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 7:45 ആ സമയത്തെന്തോ ആണ്. ഞാൻ പൊതുവേ ഇത്ര നേരത്തെ ഇപ്പോൾ എഴുന്നേക്കാറില്ല. ഇപ്പോഴത്തല്ല, പണ്ടും എഴുന്നേക്കാറൊന്നുമില്ല. ഇപ്പോൾ ഒട്ടും എഴുന്നേക്കാറില്ല. ഞാനൊരു 9:30 ആകുമ്പോഴാണ് പതുക്കെ എഴുന്നേറ്റ് വരാറുള്ളത്. നല്ല ശീലമൊന്നും അല്ലെന്ന് എനിക്കറിയാം, പക്ഷെ ഞാനതിന് നേരത്തെ തന്നെ അങ്ങ് പറയുകയാണ്. ചില ആൾക്കാർ ഇങ്ങനെയൊക്കെയാണ്, ഞാൻ ഇങ്ങനെയായിപ്പോയി. അപ്പോൾ ഇന്ന് നേരത്തെ എഴുന്നേറ്റ് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 9:30 ഇൻ്റർവ്യൂ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്കൊരു 9 മണിക്കെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങണം. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഇൻ്റർവ്യൂ. അപ്പോൾ നേരത്തെ ഇറങ്ങണം, അതിനുവേണ്ടി റെഡി ആവണം. കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ കറക്റ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് മാത്രമേ ഞാൻ പുറത്തേക്ക് ഇറങ്ങാറുള്ളൂ. കാരണം ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് ഗ്യാസിൻ്റെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവരുത്, വേറെ ബുദ്ധിമുട്ടുകൾ, ഡിസ്കംഫേർട്ട് ഒന്നും ഉണ്ടാവരുത് എന്നുള്ളത് വളരെ കാര്യമായി നോക്കുന്നത് കൊണ്ട് അതൊക്കെ വളരെ കറക്റ്റായിട്ടൊക്കെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ പിന്നെ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, ലഞ്ച് കഴിക്കണം, വൈകുന്നേരത്തെ ചായ കുടിക്കണം, ഡിന്നർ കഴിക്കണം. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ എൻ്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ. അപ്പോൾ രാവിലെ ഇൻ്റർവ്യൂവിന് പോവാം, ഉച്ചയാകുമ്പോഴത്തേക്കും തിരിച്ചു വരാം. ഉച്ചയാകുമ്പോഴത്തേക്കും ഇൻ്റർവ്യൂ ഒക്കെ കഴിയും, ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഏതായാലും വീണ്ടും വൺസ് അഗെയിൻ വെൽക്കം ടു ആൻ ഇൻ്റർവ്യൂ ഡേ ഇൻ മൈ ലൈഫ്. ഈ ഷൂട്ടിന് ഇറങ്ങുന്നതിന് മുൻപുള്ള ഫുൾ മേക്കപ്പും കഴിഞ്ഞിട്ടുള്ള ഒരു ഫൈനൽ ടച്ചപ്പാണിത്. നമ്മളിങ്ങനെ ഒരു കണ്ണാടി ഇങ്ങനെ ഹോളിൽ തന്നെ കൊണ്ട് വെച്ചേക്കുന്നതുകൊണ്ട് അതിലേക്ക് നോക്കാനും അവിടെ വന്നിരുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യാനും ഒക്കെയുള്ള ടെൻഡൻസി കൂടുതലായതുകൊണ്ട് ഒന്നുകൂടെ മുടിയൊക്കെ സെറ്റ് ചെയ്തേക്കാം എന്ന് വിചാരിച്ചാണ്. വലിയ കഥയൊന്നുമില്ല, അത്യാവശ്യം മേക്കപ്പൊക്കെ കഴിഞ്ഞു, നമുക്ക് പോകാനുള്ള സമയമായി. അപ്പോൾ ഏകദേശം വേഗം കാര്യങ്ങളൊക്കെ വൈൻഡപ്പ് ചെയ്യട്ടെ കേട്ടോ.
അപ്പോൾ ശരി, നമ്മൾ ഇന്ന് വളരെ കറക്റ്റ് സമയത്ത് ഇൻ്റർവ്യൂവിന് പോകാൻ പോവാണ്. സമയം 9:30. ഇവിടെ വളരെ അടുത്താണ് ഇൻ്റർവ്യൂ. ഞാൻ താമസിക്കുന്ന കാക്കനാട് തന്നെയാണ്. കാക്കനാട് തന്നെയുള്ള വീഗാലാൻഡിൻ്റെ ഒരു ഫ്ലാറ്റിൽ വെച്ചാണ് ഇന്ന് ധ്യാനിൻ്റെ ഒക്കെ ഇൻ്റർവ്യൂ നടക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഇനി അതെല്ലാം അവിടെ ചെന്ന് സമയം പോലെയൊക്കെ ചെയ്യാമെന്നൊക്കെയുള്ള പ്രതീക്ഷയുടെ പുറത്ത് പോയിട്ട് വരട്ടെ കേട്ടോ. അങ്ങനെ ആക്ച്വലി നമ്മൾ വളരെ നേരത്തെ ഇവിടെ എത്തിയെങ്കിലും കാര്യം 10 മണിക്കാണ് ഷൂട്ട്, നമ്മൾ 9:50 ഇവിടെ എത്തി നോക്കിയിരിക്കുകയാണ്. അപ്പം അതുപോലെ തന്നെ നമുക്കിന്ന് മറ്റൊരു പോസ്റ്റാണ്. കാരണം നമുക്ക് മുന്നേ ഉള്ള 2 ചാനലുകൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല, ഗസ്റ്റുകൾ എത്തി തുടങ്ങിയിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള മൊത്തത്തിലൊരു സ്റ്റക്കായിട്ടുള്ള അവസ്ഥയാണ്. എന്തായാലും നോക്കാം. പിന്നെ ഇതൊക്കെ നമുക്ക് ശീലമാണ്. 2-3 മണിക്കൂർ തൊട്ട് ഒരു ദിവസം മുഴുവൻ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നതും നമുക്ക് ശീലമാണ്. അതുകൊണ്ട് ഏതായാലും ഞാൻ 4 ക്വസ്റ്റ്യനൊക്കെ എഴുതട്ടെ. അപ്പോഴത്തേക്കും സമാധാനപരമായി ക്വസ്റ്റ്യൻ എഴുതാനുള്ളൊരു സമയമായി ഞാൻ ഇതിനെ കൺസിഡർ ചെയ്യുകയാണ്. എന്തായാലും നോക്കാം. ഹലോ എവരിവൺ, വെൽക്കം ടു ദി ഷോ. അപ്പോൾ വളരെ അപൂർവമായ ഒരു ഇവന്റിനാണ് നമ്മൾ ഇപ്പോൾ സാക്ഷ്യവഹിക്കുന്നത്. അല്ലേ? സെലിബ്രേറ്റിംഗ് സക്സസ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥിരമുള്ള തഗ്ഗടികൾക്കും ചളിയടികൾക്കും ഒക്കെ ശേഷം അങ്ങനെ ധ്യാൻ ശ്രീനിവാസന്റെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലന്റെ സക്സസ് സെലിബ്രേഷൻ ഷൂട്ട് കഴിഞ്ഞിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 12:30 ആണ്. ഞാനിവിടെ 10 മണിക്ക് വന്നത് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ. ആദ്യമായിട്ടാണ് ഇത്രയും പെട്ടെന്ന് വളരെ ഷടുപിടേന്ന് ഷൂട്ടൊക്കെ തീർത്ത് നമുക്ക് ഇത്ര പെട്ടെന്ന് വീട്ടിൽ പോകാൻ സാധിക്കുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും ധ്യാനിൻ്റെ ഇൻ്റർവ്യൂ ആകുമ്പോഴത്തേക്കും അത് എടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ടല്ലോ. ആ എനർജിയിലൊക്കെ നമുക്കിനി തിരിച്ച് വീട്ടിലേക്ക് പോകാം. ഇവിടുത്തെ അത്യാവശ്യം വിഷ്വൽസ് ഒക്കെ നിങ്ങൾ കണ്ടില്ലേ. ഇതൊക്കെയാണ് ഒരു ഷൂട്ട് ഡേ ഇൻ മൈ ലൈഫിൽ പ്രധാനമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ. വഴിയിൽ എവിടെയെങ്കിലും വെച്ച് നമ്മളൊക്കെ ധ്യാനെയോ ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒരു ഹായ് ഒക്കെ പറഞ്ഞ് പോകാം. ഇങ്ങനെ വെച്ച് ഞാൻ പരമാവധി മുതലാക്കുക എന്നറിയാവുന്നതുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. വെറുതെ നമ്മുടെ ഇതില് പറയാന്നല്ലേ പറഞ്ഞ മറ്റേ അതിനിടയിൽ പോയിട്ട് ഗർഭിണി ആയതിന്റെ റിയാക്ഷൻ അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. ബാ പോവാം. സാധാരണ നമ്മൾ ഏതെങ്കിലും ഒരു ഹോട്ടലിലായിരിക്കുമല്ലോ നമ്മുടെ ഈ സിനിമ പ്രൊമോഷൻ ഷൂട്ടുകളൊക്കെ നടത്തുക. ഇന്ന് നടത്തുന്നതെന്ന് പറഞ്ഞാൽ കാക്കനാടുള്ള വീഗാലാൻഡിൻ്റെ ഒരു പ്രോപ്പർട്ടിയിലാണ് നമ്മൾ ഇന്നത്തെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ്റെ സക്സസ് സെലിബ്രേഷൻ ഷൂട്ട് നടത്തിയത്. ഈ ഫ്ലാറ്റ് പലപ്പോഴും നിങ്ങളിൽ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കാരണം നമ്മൾ കാക്കനാട് വഴിയൊക്കെ പോകുമ്പോഴത്തേക്കും നിറച്ച മരങ്ങൾ, 4 സൈഡിലും നിറച്ച് ചെടികളൊക്കെ ഉള്ള, എങ്ങോട്ട് തിരിഞ്ഞാലും നിറച്ച് പച്ചപ്പ് ഹരിതാവാണല്ലോ ഈ ഫ്ലാറ്റിൽ എന്ന് ചിന്തിക്കുന്ന ഒരു ഫ്ലാറ്റാണിത്. ആക്ച്വലി ഒരുപാട് സെലിബ്രിറ്റികൾ ഇതിനകത്തുണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ പലരുടെ പേരുകളൊക്കെ കേട്ടു, പക്ഷെ അവരുടെയൊക്കെ ഒരു പ്രൈവസിയെ മാനിച്ച് നമ്മളതൊന്നും പറയുന്നില്ല. ഏതായാലും നല്ല ഭംഗിയുള്ള, വളരെ എക്സ്പെൻസീവായ, വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ഫ്ലാറ്റിലായിരുന്നു നമ്മുടെ ഇന്നത്തെ ഷൂട്ടൊക്കെ നടന്നത്. അപ്പം അതെല്ലാം കഴിഞ്ഞെങ്കിൽ ഞങ്ങൾ പതുക്കെ വീട്ടിലേക്ക് യാത്ര തിരിക്കട്ടെ. ഉച്ചയ്ക്കായി, ചോറുണ്ണാനൊക്കെയുള്ള സമയമായി. പോട്ടെ. അങ്ങനെ എൻ്റെ ഇന്നത്തെ വർക്ക് ഫോർ ദ ഡേ ഈസ് ഡൺ. ഇനി എൻ്റെ റിലാക്സേഷൻ ടൈമാണ്. ഞാൻ തിരിച്ച് ഫ്ലാറ്റിലേക്ക് അല്ലട്ടെ കേട്ടോ.
ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സമാധാനം, ഷൂട്ടെന്നല്ല എന്ത് ജോലി കഴിഞ്ഞ് നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് വരുമ്പോൾ കിട്ടുന്നൊരു സമാധാനം എന്ന് പറയുന്നത് വേറൊരു ഇതല്ലേ. ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. ഈ ഷൂട്ടിന് പോകുന്ന 1-2 മണിക്കൂർ മാത്രമാണ് ഞാൻ ജോലി എടുക്കുന്നത്. ബാക്കി മുഴുവൻ എൻ്റെ റിലാക്സേഷൻ അവേഴ്സാണ്. മറ്റേ പണ്ടേ മടിച്ച് ഇപ്പം കുഴി മടിച്ച് എന്ന് പറഞ്ഞ പോലെ ഇപ്പം എന്ത് പറഞ്ഞാലും മറ്റേ ഗർഭിണിയാണ് എന്നൊക്കെ പറയും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ മറ്റേ നമ്മുടെ ഒരു ക്ലൈമറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു റെയിനി മൂഡി കൈൻഡ് ഓഫ് ക്ലൈമറ്റ് കൂടെയാണല്ലോ. അതുകൊണ്ട് എനിക്ക് പുറത്തേക്ക് പോകാനും ഇഷ്ടമല്ല, ഫുൾ ടൈം വീട്ടിലിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇന്നത്തെ കാര്യം കൂടുതലുണ്ട്. കാരണം രാവിലെ 10 മണിക്ക് ഷൂട്ടെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ 9 മണിക്കെങ്കിലും ഇറങ്ങണം. അപ്പോൾ അതിനുവേണ്ടി 8 മണിക്കെങ്കിലും എഴുന്നേൽക്കണം. അപ്പോൾ പതിവില്ലാതെ ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റു ഇന്ന്. അപ്പോൾ അതൊക്കെ കൊണ്ട് ഇന്ന് ക്ഷീണം കൂടുതലാണ്. അപ്പം എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം. ഭക്ഷണമൊക്കെ ചേച്ചി എന്തോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എന്താന്ന് പോലും ഞാൻ അന്വേഷിക്കാറില്ല. പോയി ഇരുന്ന് കഴിക്കുക, എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങുക എന്നുള്ളതാണ് ഇനി എൻ്റെ അടുത്ത 2 സന്തോഷകരമായ കാര്യങ്ങൾ. അപ്പം അതിലേക്കൊക്കെ ഞാനൊന്ന് കിടക്കട്ടെ കേട്ടോ. ഈ ഭക്ഷണം കഴിക്കലും ഉറങ്ങലും ആകുന്നതോടുകൂടി എൻ്റെ ഒരു ദിവസം പൂർണ്ണമാവുകയാണ്. ഇതിൽ കൂടുതലൊന്നും എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഒന്നും സംഭവിക്കാറില്ല. ഭക്ഷണം കഴിക്കുക, എന്തെങ്കിലും ജോലി ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യുക, ഉറങ്ങുക. ഇത് മൂന്നുമാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് ജീവിതത്തിൽ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഭക്ഷണമൊക്കെ കഴിക്കട്ടെ, അതിനുശേഷം സമാധാനപരമായി കിടന്നുറങ്ങട്ടെ. അപ്പോൾ മറ്റൊരു വ്ലോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.